ഒരു രൂപയ്ക്ക് എന്ത് കിട്ടും? നാട്ടിലാണെങ്കിലേ 2 നാരങ്ങ മിഠായി കിട്ടും. പക്ഷേ അദാനിക്കാണെങ്കിൽ 1 ഏക്കർ ഭൂമി ഒരു വർഷത്തേക്ക് ലീസിന് കിട്ടും 1 രൂപയ്ക്ക്. അതാണ് പുതിയ കാലത്തെ ഇന്ത്യ. ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ബീഹാറിൽ അദാനിക്ക് 1020 ഏക്കർ ഭൂമി വർഷത്തിൽ ഏക്കറിന് ഓരോ രൂപയ്ക്ക് വീതം ലീസിന് കൊടുത്ത സ്ഥലം. ഇതാ ഇവിടെയാണ് മോദിയും ബീഹാറിലെ സർക്കാരും ചേർന്ന് അദാനിക്ക് സഹായം ചെയ്തത്. नहीं कुछ हम सबको चलो टूटे फूटा घर है, लेकिन पानी का तो जरूरी है ना सर जी। बिना पानी का तो कुछ होने वाला है नहीं। जब खाएंगे नहीं तो पानी प्यासे नहीं रह सकते हैं। ഇതാണ് ഈ ഗ്രാമത്തിലെ ഒരു വീട്. കാട്ടുനിന്ന് വെട്ടിക്കൊണ്ടുവന്ന ചെടികൾ ഉപയോഗിച്ചിട്ടാണ് ഇവരിതിന് ചുവര് വെച്ചത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞു വീട് താഴെ ചാണകമൊക്കെ മെഴുകി ഉണ്ടാക്കിയ ഒരു വീടാണ്. മുകളിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരുപാട് കാണുമായിരുന്നു. ഇപ്പം വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആ നിലയിലാണ്. ക്യാ इंदिरा आवास तो मिलना चाहिए घर के रहने के लिए। कितना दिक्कत से रह नहीं पा रहा है। सब नहीं पानी है, बाथरूम नहीं, शौचालय, कुछ कैसे रहेगा ये लोग? ग्राम सब कट के नदी में चला गया, नदी में चला गया। ഇവർ ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ 20 കിലോമീറ്റർ അപ്പുറത്ത് ഗംഗാ നദിയോരത്ത് താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ വെള്ളം കയറി ആ ഗ്രാമം തന്നെ ഇല്ലാതായി. അപ്പോൾ സർക്കാരാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമി അവർക്ക് കൊടുത്തത്. ഭൂമി കൊടുത്തു എന്നല്ലാതെ മറ്റൊരു സഹായവും ചെയ്തിട്ടില്ല. हम लोगों का पानी का व्यवस्था नहीं है, रहने की व्यवस्था नहीं है, खाने की व्यवस्था नहीं है, और रोड का व्यवस्था नहीं है। नीतीश कुमार को शासन क्या होगा? हम लोग को तकलीफें है। ഈ വെള്ളം കയറി വീട് നഷ്ടപ്പെട്ട സ്ഥലം നഷ്ടപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് ഒരു കുന്നിൻ്റെ ചരിവിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്. അവിടെ മറ്റു സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല. അങ്ങനെ ചെയ്തു കൊടുക്കാത്ത സർക്കാരാണ് ഇവർ താമസിക്കുന്നതിന് തൊട്ടിപ്പുറത്ത് 1 ഏക്കർ ഭൂമിക്ക് 1 രൂപ മാത്രം വർഷത്തേക്ക് ലീസിന് അദാനിക്ക് കൊടുത്തത്. അദാനിയെ സഹായിക്കുന്ന സർക്കാരിന് ഈ പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചു കൂടെ എന്ന ചോദ്യം ഈ ഗ്രാമത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യം ഈ ചോദ്യം കേൾക്കുന്നുണ്ടോ? ഈ ഗ്രാമീണരുടെ ചോദ്യം.